സുഹൃത്തുക്കളെ, മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടന്നത് വലിയ കളിയാണ്. അത് തെളിവുകൾ സഹിതം വ്യക്തമാക്കി തരാം. വോട്ടെണ്ണുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, വോട്ടെണ്ണി കഴിയുമ്പോൾ ഫലം എങ്ങനെയാകും എന്ന് പറഞ്ഞ്. ആ വീഡിയോ അധികം ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കാത്തതിനാൽ പലരും കണ്ടു കാണില്ല. അത് കാണേണ്ടവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം സംസ്കാരമുള്ള വിവേകമുള്ള ആളുകളുടെ ഒരു മികച്ച രാജ്യമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ കഴിയുന്നതും മുഴുവനായി കാണുകയും കഴിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ജാർഖണ്ഡിലെ ഒഴിച്ചുള്ള ഇലക്ഷൻ ഫലം. അതിൽ ഞാൻ പറഞ്ഞിരുന്നത്, ചുരുക്കി പറഞ്ഞാൽ മിനിമം 60% ആളുകളെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് വിജയം പ്രതീക്ഷിക്കാനാവൂ എന്നാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJP തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ BJP ജാർഖണ്ഡിനെ മാത്രം വെറുതെ വിട്ടു. അവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ വിജയിച്ചു. എന്നാൽ മഹാരാഷ്ട്രയിൽ EVM-ഉം ഇലക്ഷൻ കമ്മീഷനും വോട്ട് ചെയ്തവർ വിജയിച്ചു. ജനങ്ങൾ പരാജയപ്പെട്ടു. അവിടെ NDA മുന്നണി മൊത്തമുള്ള 288 സീറ്റുകളിൽ 234 സീറ്റ് നേടി സുനാമി വിജയമാണ് കൈവരിച്ചത്. ഇന്ത്യ മുന്നണി ആകട്ടെ വെറും 50 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 145 സീറ്റുകളിൽ മത്സരിച്ച BJP 90% സീറ്റുകളിലും വിജയിച്ചു, 132 സീറ്റുകളിൽ. അതുപോലെ ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും 57-41 സീറ്റുകൾ നേടി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ മുന്നണിയിൽ 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 16 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. യഥാക്രമം 92-86 സീറ്റുകളിൽ മത്സരിച്ച ഉദ്ധവിന്റെ ശിവസേനയും ശരത് പവാറിന്റെ NCPയും 20-ഉം 10-ഉം സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൊത്തമുള്ള 48 സീറ്റുകളിൽ 31 സീറ്റുകളിൽ നേടിയ ഇന്ത്യ മുന്നണിയാണ് നിയമസഭയിൽ വെറും 50 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. അന്ന് 14 ലോക്സഭാ സീറ്റുകൾ നേടിയ കോൺഗ്രസ് നിയമസഭയിൽ വെറും 16 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ലോക്സഭയിൽ 8 സീറ്റുകളിൽ വിജയിച്ച ശരത് പവാറിന്റെ NCP നിയമസഭയിൽ ആയപ്പോഴേക്കും വെറും 10 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. അതുപോലെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ 49%-ത്തിലധികമാണ് NDA മുന്നണി നേടിയത്. ഇന്ത്യ മുന്നണിക്ക് വെറും 35%-ത്തിലധികം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 14% വോട്ടുകളാണ് ഇന്ത്യ മുന്നണിയേക്കാൾ NDA മുന്നണി അധികമായി നേടിയത്. അത് മാത്രവുമല്ല, വിജയിച്ച ഏതാണ്ട് 100ഓളം സീറ്റുകളിൽ 20,000-ൽ-അധികം ഭൂരിപക്ഷത്തിനാണ് NDA വിജയിച്ചത്. 70ഓളം സീറ്റുകളിൽ 30,000-ന് മുകളിലാണ് അവരുടെ ഭൂരിപക്ഷം. ഇന്ത്യ മുന്നണി വിജയിച്ച സീറ്റുകളെല്ലാം തന്നെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. ഇത്ര വലിയ വിജയം ഒരു കക്ഷിക്ക് ലഭിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിലെ ഭരണം വളരെ മികച്ചതായിരിക്കണം. ജനങ്ങൾക്ക് ഒരു പ്രശ്നവും കാണരുത്. എന്നാൽ അതല്ല മഹാരാഷ്ട്രയിലെ സ്ഥിതി. മഹാരാഷ്ട്രയിലെ വോട്ട് ചെയ്ത ബഹുഭൂരിപക്ഷം ജനങ്ങളും NDAക്ക് എതിരായിരുന്നു. കർഷകർ BJPക്ക് എതിരായിരുന്നു, യുവാക്കൾ BJPക്ക് എതിരായിരുന്നു, സ്ത്രീകൾ BJPക്ക് എതിരായിരുന്നു, പുരുഷന്മാർ BJPക്ക് എതിരായിരുന്നു. എന്നിട്ടും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിന് അവർ വിജയിച്ചു. 2014-ലെ മോദി വേവിൽ പോലും ഇത്രയും വലിയ വിജയം അവർക്കുണ്ടായിട്ടില്ല. മോദി തന്നെ വലിയ രീതിയിൽ ഇലക്ഷൻ പ്രചാരണം പോലും നടത്തിയില്ല. അതിനു പകരം അദാനിയെ രക്ഷിക്കുന്നതിന് വിദേശയാത്രയിലായിരുന്നു മോദി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഒരു മോദി ഫാക്ടറും ഇല്ലാതെ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും, ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ വികാരമുണ്ടായിട്ടും NDA പടുകൂറ്റൻ വിജയം നേടുക എന്ന് പറഞ്ഞാൽ നോൺ ബയോളജിക്കൽ രാജ്യത്തല്ലാതെ വേറെ ഒരിടത്തും നടക്കുകയില്ല. ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം 165 സീറ്റുകൾ ലഭിക്കേണ്ടതായിരുന്നു. ജനവികാരം നോക്കുകയാണെങ്കിൽ NDAക്ക് 120-ന് മുകളിൽ സീറ്റുകൾ ഒരു വിധത്തിലും ലഭിക്കില്ലായിരുന്നു. മഹാരാഷ്ട്രയിലെങ്ങും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ന്യൂസ് 24-ന്റെ രാജീവ് രഞ്ജൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, സംസ്ഥാനം മൊത്തം സഞ്ചരിച്ച താൻ BJPക്കും NDAക്കും അനുകൂലമായി ഒരു വികാരവും കണ്ടില്ല എന്നാണ്. അതുപോലെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് BJP 50 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് വിട്ടുകൊടുത്തത് എന്ന്. അവർക്ക് ഈസിയായി ആ സീറ്റുകളും കൂടി കൈയടക്കമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രമുഖ മാധ്യമപ്രവർത്തകനായ സോഹിത് മിശ്ര പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതുപോലുള്ള ഒരു ഫലം വരാനുള്ള ഒരു സൂചനകളും ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടായിരുന്നില്ല. നവംബർ 16-ന് ഞാൻ ട്വീറ്റ് ചെയ്തത് വളരെ ക്ലോസായ ഇലക്ഷൻ ആണ് നടക്കുന്നത് എന്നാണ്. എന്നാൽ BJP ആൾക്കാർക്ക് പോലും ഇത്ര വലിയ വിജയം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. 2014-ൽ മോദി തരംഗം ഉണ്ടായിരുന്ന സമയത്ത് 122 സീറ്റുകൾ മാത്രം നേടുകയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അവരുടെ BJPയോടുള്ള വിരോധം വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫലം വരിക? EVM-ന്റെ കാര്യം തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ മാത്രം പറയുന്നത് ശരിയായ കാര്യമല്ല. അത് തുടർച്ചയായി ഉയർത്തേണ്ട ഒരു വിഷയമാണ്. ഞാൻ തുടർച്ചയായി EVM-നെ കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പ്രതിപക്ഷം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഈ പ്രശ്നം ഉയർത്താതെ പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ പ്രതിഷേധിക്കേണ്ടതാണ്. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ
പ്രശാന്ത് ടാണ്ടന്റെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചില ആളുകൾ പറയും, മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ ഞങ്ങൾ തെറ്റുവരുത്തി, ജനങ്ങളുടെ മൂഡ് അറിയുന്നതിൽ അളക്കുന്നതിൽ പരാജയപ്പെട്ടു, ഇലക്ഷൻ പ്രോസസ്സിനെ ചോദ്യം ചെയ്യുന്നത് അരാഷ്ട്രീയമാണ് എന്നൊക്കെ. എന്നാൽ കേട്ടുകൊള്ളൂ സഹോദര, BJPയുടെ സ്ട്രൈക്ക് റേറ്റ് 90% 66 സീറ്റുകളിൽ 30,000-ന് മുകളിലായിരുന്നു ഭൂരിപക്ഷം. ഇത് ഒരു തരംഗമല്ല, സുനാമിയാണ്. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ എല്ലായിടത്തും കാണേണ്ടതായിരുന്നു. റോഡുകളിൽ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, ചായക്കടകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ. മഹാരാഷ്ട്ര മുഴുവൻ കറങ്ങിയ ഞാൻ അങ്ങനെ ഒരു BJP സുനാമി കണ്ടതേയില്ല. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയൊന്ന് കണ്ടിരുന്നോ? 2015 ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ 90% സ്ട്രൈക്ക് റേറ്റ് എല്ലായിടത്തും വളരെ വ്യക്തമായി കാണാമായിരുന്നു. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം കോൺഗ്രസ് 414 സീറ്റുകൾ നേടിയതും ഗ്രൗണ്ട് ലെവലിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് അട്ടിമറി ഒരു വലിയ പ്രശ്നമായി കാണേണ്ടതാണ്. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. മഹാരാഷ്ട്ര മൊത്തം കറങ്ങിയ സത്യസന്ധരായ യഥാർത്ഥ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഈ 3 മാധ്യമപ്രവർത്തകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകും എന്താണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്ന്, ഇന്ത്യയിൽ നടക്കുന്നത് എന്ന്. വളരെ നഗ്നമായ ഇലക്ഷൻ അട്ടിമറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാതിരിക്കാനാണ് ജാർഖണ്ഡ് BJP വിട്ടുകൊടുത്തത്. എല്ലാ ഏജൻസികളും, കോടതികളും, ഇലക്ഷൻ കമ്മീഷനും എല്ലാം സംഘപരിവാർ കൈയടക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജനങ്ങളെല്ലാം ഗതികെടണം. അങ്ങനെ ഒരു സാഹചര്യമാണ് രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ല, ശരിയായ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ജനങ്ങൾ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 85 കോടി ജനങ്ങളും 5 കിലോ ഫ്രീ റേഷൻ കൊണ്ടാണ് വിശപ്പടക്കുന്നത്. സാഹചര്യങ്ങൾ ഇനിയും വളരെ മോശമാവും. മധ്യവർഗം എന്നുള്ളത് ഈ ഭരണം തുറന്നാൽ ഇന്ത്യയിൽ ഇല്ലാതാവും. അന്ന് സർവ്വഗതിയും കെട്ട് 60% ജനങ്ങളെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി മറികടക്കാനാവൂ.